Hello, good evening all. Okay, അപ്പോൾ today we are going to discuss cardiovascular system. നമുക്ക് start ചെയ്യാം. Okay, so cardiovascular സിസ്റ്റത്തിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള കണ്ടീഷനാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. എന്താണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്? മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഇറ്റ് ഈസ് ദ നെക്രോസിസ് ഓഫ് എ പോർഷൻ ഓഫ് ഹാർട്ട് മസിൽ ഡ്യൂ ടു ഇനാഡിക്വേറ്റ് ഓക്സിജൻ സപ്ലൈ. അതായത് ഓക്സിജൻ സപ്ലൈന്റെ ഇനാഡിക്വേസി മൂലം എവിടേക്കുള്ളത്? ഹാർട്ടിന്റെ മസിൽസിലേക്കുള്ളത്. ഓക്കെ, അതുമൂലം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഹാർട്ട് മസിൽസിന് ഉണ്ടാവുന്ന ഒരു നെക്രോസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇനി ഈ മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാ വരുന്നത്? ഹൈപ്പർ ടെൻഷൻ, അതിറോസ്ക്ലിറോസിസ്, കൊളസ്ട്രോൾ ലെവൽ ഇൻക്രീസ് ആവുക, ഡയബറ്റിസ്, ഒബേസിറ്റി ആൻഡ് സ്മോക്കിംഗ്. ദെൻ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ നമ്മൾ പേഷ്യന്റിൽ കാണുന്നത്? ചെസ്റ്റ് പെയിൻ വിച്ച് വിൽ ബി റേഡിയേറ്റിംഗ് ടു ലെഫ്റ്റ് ജോ, നെക്ക് ആൻഡ് ആംസ്. ഓക്കെ, പിന്നെന്താ? ആൻസൈറ്റി ഉണ്ടാവുന്നു, പാൽപിറ്റേഷൻസ്, ഡിസ്റിഥമിയാസ്, പിന്നെന്തൊക്കെയാ? ഡിസ്നിയ ആൻഡ് സ്വെറ്റിംഗ്. These are the signs and symptoms of myocardial infarction. ഇനി നമ്മൾ ഡയഗ്നോസിസ് എന്താ ചെയ്യുന്നത്? ഡയഗ്നോസിസിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ എന്ത് ചെയ്യും? ECG എടുത്ത് നോക്കും. പിന്നെ നമ്മൾ ട്രോപ്പോണിൻ ടിയും ട്രോപ്പോണിൻ ഐയും ആണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ എമർജൻസി മാനേജ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. എന്താണ് എമർജൻസി മാനേജ്മെന്റ് എന്ന് പറയുന്നത്? മോണ. ഓക്കെ, എമർജൻസി മാനേജ്മെന്റ് മോണ എന്ന് പഠിച്ചു വെക്കുക. M for morphine, O for oxygen, N for nitroglycerin ആൻഡ് A for aspirin. മോർഫിൻ എന്തിനാ കൊടുക്കുന്നത്? നമ്മൾ മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആസ്പിരിൻ എന്തിനാ കൊടുക്കുന്നത്? ടു പ്രിവെന്റ് ഫർദർ ക്ലോട്ട് ഫോർമേഷൻ. ഓക്കെ, ഇനി ഇന്റർവെൻഷൻസ് എന്തൊക്കെ കൊടുക്കും? നമ്മൾ സെമി ഫോളോസ് പൊസിഷൻ, ദെൻ ഓട്ടോ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, IV ആക്സസ്, ECG ഒബ്റ്റെയിൻ ചെയ്യുക, IO ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ദെൻ എക്സ്ട്രിമിറ്റി ടെമ്പറേച്ചർ അസസ് ചെയ്യുന്നു, ദെൻ യു ഷുഡ് അസസ് ലങ്സ് ഫോർ എനി ക്രാക്കിൾസ് ആൻഡ് വീസിങ്. പിന്നെ എന്താ? വൽസൽവ മാനുവർ, അതുപോലെ തന്നെ ബവൽ സ്ട്രെയിനിങ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയാ. പിന്നെ പേഷ്യന്റിന്റെ അടുത്ത് ഏർലി സയൻസ് ആൻഡ് സിംറ്റംസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ദീസ് ആർ the points which comes under myocardial infarction. ഇനി നെക്സ്റ്റ് we are going to discuss heart failure. എന്താണ് heart failure എന്ന് പറയുന്നത്? heart failure means it is the inability of the heart to meet the metabolic needs of the body due to impaired contractility. അതായത് ഹാർട്ടിന്റെ കൺട്രാക്ടിലിറ്റി ഇമ്പയർഡ് ആവുന്നത് മൂലം ഹാർട്ടിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മുടെ മെറ്റബോളിക് നീഡ്സ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇൻഎബിലിറ്റിയാണ് വി കോൾഡ് ഇറ്റ് ആസ് ഹാർട്ട് ഫെയിലിയർ. അപ്പൊ ഹാർട്ട് ഫെയിലിയർ രണ്ടെണ്ണാണ് വരുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്, ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ റൈറ്റ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അതിന്റെ റീസൺ എന്തൊക്കെയാണ്? ഇപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, റൈറ്റ് MI, പൾമണറി ഹൈപ്പർ ടെൻഷൻ. അതുപോലെ എന്താണ് അവിടെ നടക്കുന്നത്? റൈറ്റ് വെൻട്രിക്കിളിന് പ്രോപ്പർ ആയിട്ട് എംപ്റ്റി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഓക്കെ, ഇനി ലെഫ്റ്റ് ആണെങ്കിലോ? ലെഫ്റ്റ് മെയിൻലി ഹൈപ്പർ ടെൻഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ്, വാൽവുലാർ ഡിസീസ് ഒക്കെയാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സയൻസ് ആൻഡ് സിംറ്റംസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. റൈറ്റിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ലിവർ ആൻഡ് ലെഫ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ലങ്സ്. ഇനി നോക്കി നോക്കിയ റൈറ്റിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? പെരിഫറൽ എഡീമ, ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി, അസൈറ്റിസ്, ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ, വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നു, സാക്രൽ എഡീമ ഉണ്ടാവുന്നു, ഒളിഗ്യൂരിയ വിൽ ബി ദർ. വെൻ ഇറ്റ് കംസ് ടു ലെഫ്റ്റ് ആണെങ്കിലോ പൾമണറി കൺജഷൻ ഉണ്ടാവും, ഡിസ്നി ഉണ്ടാവുന്നു, ടക്കിപ്നി ഉണ്ടാവുന്നു, ക്രാക്കിൾസ് ഉണ്ടാവുന്നു, പെരോക്സിസിമൽ നക്ടേണൽ ഡിസ്നി ഉണ്ടാവുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ട്രീറ്റ്മെന്റ് നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിജോക്സിൻ കൊടുക്കും. ഓക്കെ, ഓക്കെ, ഡിജോക്സിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഡിജോക്സിൻ കൊടുക്കുന്നത്? ഡിജോക്സിൻ കൊടുക്കുന്നത് കൺട്രാക്ടൈലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്
ഈ ഡിജോക്സിൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയററ്റിക്സ് ഉണ്ട്, വാസോഡൈലേറ്റേഴ്സ് കൊടുക്കാം. ഈ വാസോഡൈലേറ്റേഴ്സിൽ എന്തൊക്കെയാ വരുന്നത്? ACE ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ആൻജിയോടെൻസിൻ 2 ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, നൈട്രോഗ്ലിസറിൻ ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്? വാസോഡൈലേറ്റർ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സർജിക്കൽ മാനേജ്മെന്റ് ആണ്. റിവാസ്കുലറൈസേഷൻ ചെയ്യും നമ്മൾ CABGയും PTCA. ഓക്കെ, ഇന്റർവെൻഷൻസ് എന്തൊക്കെയാ? നമ്മൾ ഹൈ ഫോളോസ് പൊസിഷൻ കൊടുക്കുന്നു, ഓട്ടോ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, ദെൻ അതുപോലെ തന്നെ IV ഡയററ്റിക്സ് ഡിജോക്സിൻ ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാം, ഫോളിസ് കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യാം, BP യൂസ് ആയിട്ട് വെയിറ്റ് ഒക്കെ മോണിറ്റർ ചെയ്യാം, ലോ സോഡിയം ലോ ഫാറ്റ് ഡയറ്റ് കൊടുക്കാം. പിന്നെ നമ്മൾ കൊടുക്കുന്ന പൊട്ടാസ്യം റിച്ച് ഫുഡ് കൊടുക്കുന്നവർക്ക് നമ്മൾ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയററ്റിക്സ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അവരുടെ അടുത്ത് ഡെയിലി വെയിറ്റ് മോണിറ്റർ ചെയ്യാൻ പറയാ, വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യാൻ പറയണം. ഓക്കെ, ഇനി അടുത്തത് ഡിജോക്സിൻ ടോക്സിസിറ്റി ആണ്. ഡിജോക്സിന്റെ തെറാപ്യൂട്ടിക് ലെവൽ എന്ന് പറയുന്നത് 0.5 to 2 mg/dl ആണ്. മോർ ദാൻ 2 mg/dl ആണെങ്കിൽ നമ്മൾ പറയും ഡിജോക്സിന്റെ ടോക്സിസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാ കാണാൻ പറ്റുന്ന? യെല്ലോ ഹാലോ സാന്തോസ്ഫിയർ കാണാൻ പറ്റും, ബ്രാഡികാർഡി ഉണ്ടാവുന്നു, ഹൈപ്പോകാലേമിയ ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിംഗ് ഹാർട്ട് ഫെയിലിയർ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫ്ലമേറ്ററി ഹാർട്ട് ഡിസീസുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എൻഡോകാർഡൈറ്റിസ്. എന്താണ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇന്നർ ലൈനിങ് ഓഫ് ദ ഹാർട്ട് ആൻഡ് വാൾസ്. ഹാർട്ടിന്റെ ഇന്നർ ലൈനിങ് അല്ലെങ്കിൽ ഇന്നർ ലെയർ ആണ് അല്ലെ എൻഡോകാർഡിയം. അപ്പൊ എൻഡോകാർഡിയത്തിനും ഹാർട്ടിന്റെ വാൾസിനും ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാ? വാൽവുലർ ഹാർട്ട് ഡിസീസ്, വാൽവ് റീപ്ലേസ്മെന്റ് സർജറീസ് ആൻഡ് ഓറൽ പ്രൊസീജിയേഴ്സ്. ഇവിടെ എന്താണ് നമ്മൾ കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? ഇന്റർമിറ്റന്റ് ഫീവർ ഉണ്ടാവും, മർമേഴ്സ് കേൾക്കാം, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവും, സ്പ്ലീനോമെഗാലി ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നതാണ് എന്ത്? ഓസ്ലേഴ്സ് നോഡും ജെയിൻവേ ലീഷൻസും. ഓക്കെ, എന്താണ് ഓസ്ലേഴ്സ് നോഡ് എന്ന് പറയുന്നത്? ഓസ്ലർ നോഡ് എന്ന് പറഞ്ഞാൽ ഒരു റെഡിഷ് ടെൻഡർ ലീഷൻസ് കാണാം നമുക്ക് ഫിംഗർ പാഡ്സിലും ടോസിലും. ഓക്കെ, ജെയിൻവേ ലീഷൻ ആണെങ്കിലോ നോൺ ടെൻഡർ ഹെമറാജിക് ലീഷൻസ് കാണാൻ പറ്റും ഫിംഗേഴ്സ്, ടോസ് ആൻഡ് ഇയർ ലോബ്സ്. ഓക്കെ, ഇനി ഇത് കണ്ടോ, ഇമേജ് കണ്ടോ? ഓസ്ലേഴ്സ് നോഡും ജെയിൻവേ ലീഷനും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ കോംപ്ലിക്കേഷൻ ആണ്. ഓക്കെ, എന്താണ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? എൻഡോകാർഡൈറ്റിസിന്റെ കോംപ്ലിക്കേഷൻ ആണ് എംബോളിസം. അതായത് നമുക്കറിയാം ഇന്നർ ലെയർ ആണ് ഈ ഒരു എൻഡോകാർഡിയം. സോ ഇന്നർ ലെയറിന് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ബ്ലഡ് സപ്ലൈ കൂടുതലായിരിക്കും, ഒരു ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാവും. അപ്പൊ ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഈ ബ്ലഡ് അവിടെ കിടന്ന് എന്തോ ആയിട്ട് ഫോം ചെയ്യും? ക്ലോട്ട് ആയിട്ട് പെട്ടെന്ന് തന്നെ ഫോം ചെയ്യും. ഈ ക്ലോട്ട് ആണ് എങ്ങോട്ട് ചെല്ലുന്നത്? സർക്കുലേഷനിൽ എൻ്റർ ചെയ്തിട്ട് എന്തിലോട്ട് ലീഡ് ചെയ്യുന്നത്? എംബോളിസത്തിലോട്ട് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇന്റർവെൻഷൻസ് എന്താ? ബെഡ് റെസ്റ്റ് കൊടുക്കുന്നു വിത്ത് ലിമിറ്റഡ് ആക്ടിവിറ്റീസ്, മോണിറ്റർ ചെയ്യുക വാസ്കുലർ സ്റ്റാറ്റസ്, കാർഡിയോവാസ്കുലർ സ്റ്റാറ്റസ്, പിന്നെന്താ ഒരു ആന്റി എംബോളിസം സ്റ്റോക്കിംഗ് സപ്ലൈ ചെയ്യുക, അസെപ്റ്റിക് ടെക്നിക്ക് ഫോളോ ചെയ്യുക, ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം, പൾമണറി എഡിമയുടെ സയൻസ് ആൻഡ് സിംറ്റംസ് നോക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് മയോകാർഡൈറ്റിസ്. മയോകാർഡൈറ്റിസ് എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ മയോകാർഡിയം. അപ്പൊ മയോകാർഡിയം എന്ന് പറയുന്നത് മിഡിൽ ലെയർ ആണ് അല്ലെ. അപ്പൊ മയോകാർഡിയത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറവാണ്. മയോകാർഡിയം ഇൻഫ്ലെയിം ആവാനുള്ള ഒരു കാരണം ഒന്നില്ലെങ്കിൽ പെരികാർഡൈറ്റിസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് റെസ്പോൺസോ സിസ്റ്റമിക് ഇൻഫെക്ഷനോ ആവും. ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ? ഹാർട്ട് ഫെയിലിയറിന്റെ സൈൻസ് ഉണ്ടാവുന്നു, കാർഡിയക് മർമേഴ്സ് കേൾക്കാം, പിന്നെ ഒരു ഗാലോപൃതം, ഒരു കുളമ്പടി ശബ്ദം പോലെ നമുക്ക് S3 സൗണ്ട് കേൾക്കാൻ പറ്റും. പിന്നെ പൾസ് ഓൾട്ടർനൻസ്, ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റീവ് സ്ട്രോങ് ആൻഡ് വീക്ക് പൾസ് വിൽ ബി ദർ. ഇനി ഇന്റർവെൻഷൻ എന്താ? സിറ്റിംഗ് അപ്പ്, ലീനിങ് ഫോർവേഡ് പൊസിഷൻ കൊടുക്കുന്നു, ബെഡ് റെസ്റ്റ് വിത്ത് ലിമിറ്റഡ് ആക്ടിവിറ്റീസ്, ദെൻ ഓട്ടോ അഡ്മിനിസ്റ്റർ ചെയ്യുക, അനാൽജസിക് NSAIDs ആൻഡ് ഡിജോക്സിൻ കൊടുക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് പെരികാർഡൈറ്റിസ്. വാട്ട് ഈസ് പെരികാർഡൈറ്റിസ്? ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ പെരികാർഡിയം. പെരികാർഡിയം നമ്മുടെ ഔട്ടർ ലെയർ ആണ്. അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലെ. സോ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? ആന്റീരിയർ ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നു, വിച്ച് വിൽ ബി അഗ്രവേറ്റഡ് ബൈ ലാഫിംഗ്, ബ്രീത്തിങ് ആൻഡ് സ്വോളോയിങ്. പിന്നെ ഒരു ഓഡിബിൾ ഫിക്ഷൻ, റബ്ബ് സൗണ്ട് നമുക്ക് കേൾക്കാം ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ. പിന്നെന്താ? ഫീവർ വിത്ത് ചിൽസ് ഉണ്ടാവുന്നു. ECG നോക്കി കഴിഞ്ഞാൽ ഏട്രിയൽ ഫിബ്രിലേഷൻ കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇതിന്റെ കോംപ്ലിക്കേഷൻ ആണ് കാർഡിയാക് ടാമ്പോണൈഡ്. അതായത് ഈ പെരിക്കാർഡിയത്തിനുള്ളിൽ എന്തുണ്ട്? പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട് അല്ലെ. സോ വെൻ ദർ ഈസ് എൻ ഇൻഫ്ലമേഷൻ ടു ദ പെരിക്കാർഡിയം, what will happen? There will be increasing the amount of fluid. This fluid will constrict and compress the ventricles. Okay, it is called cardiac tamponade.
Then ഇവിടെ interventions എന്തൊക്കെയാ? Interventions include assess the nature of pain and provide high Fowler's position. Then you have to administer analgesic antibiotics and NSAIDs and administer digoxin, diuretics in chronic cases. Then you have to prepare the patient for pericardiocentesis in or pericardectomy. Okay. പിന്നെ കാർഡിയക് ടാമിനയുടെ സയൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഇൻക്രീസ്ഡ് CVP, സിമ്പിൾ വീനസ് പ്രഷർ, ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ ഉണ്ടോ, ടക്കിക്കാർഡി ഉണ്ടോ നോക്കുക. ഓക്കെ. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് കാർഡിയോമയോപ്പതി. കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ടു ദ കാർഡിയാക് മസിൽസ്. ഓക്കെ. അപ്പൊ അതില് ഫസ്റ്റ് വൺ ആണ് എന്ത്? ഡൈലേറ്റഡ്. ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എൻഡോ കാർഡിയത്തിനും മയോകാർഡിയത്തിലുള്ള ഫൈബ്രോസിസ് മൂലം വാട്ട് വിൽ ഹാപ്പൻ? ദർ വിൽ ബി ഡൈലറ്റേഷൻ ഓഫ് ദ ഹാർട്ട് ചാമ്പേഴ്സ്. അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ നമുക്ക് കാണാൻ പറ്റുന്ന? മെയിൻ ആയിട്ടും ഹാർട്ട് ഫെയിലിയറിന്റെ സയൻസ് ഉണ്ടാവും, അരിത്മിയാസ് ഉണ്ടാവും, സിസ്റ്റമിക് പൾമണറി എംബോളിസം, മോഡറേറ്റ് ടു സിവിയർ കാർഡിയോമെഗാലി ഉണ്ടാവും. ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് ഹാർട്ട് ഫെയിലിയറിന്റെ. പിന്നെ നമുക്ക് കാർഡിയാക് ട്രാൻസ്പ്ലാന്റേഷനും ചെയ്യാം. ഇനി അടുത്തതാണ് ഹൈപ്പർട്രോഫി. അതിൽ വരുന്നതാണ് സെപ്റ്റൽ അല്ലെങ്കിൽ നോൺ ഒബ്സ്ട്രക്റ്റഡ് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. ഓക്കെ. അപ്പൊ ഈ സെപ്റ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒബ്സ്ട്രക്റ്റഡ് ആണ്. അതായത് നമ്മുടെ സെപ്റ്റത്തിന് ഉണ്ടാവുന്ന ഹൈപ്പർട്രോഫി മൂലം വിച്ച് വിൽ ലീഡ്സ് ടു ഒബ്സ്ട്രക്ഷൻ ഇൻ ദ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോ. നോൺ ഒബ്സ്ട്രക്റ്റഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോനെ ബാധിക്കുന്നില്ല. സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ? ഡിസ്നിയ, പിന്നെ ആൻജൈൻ ഉണ്ടാവുന്നു, ഹാർട്ട് ഫെയിലിയർ, സഡൻ ഡെത്ത്. ട്രീറ്റ്മെന്റ് നമ്മൾ കൺവേർഷൻ ആണ് ചെയ്യുന്നത്. ഡിസ്റിഥമിയാസിനെ കൺവേർട്ട് ചെയ്യും. പിന്നെ നമ്മൾ വെൻട്രിക്കുലോ മയോട്ടമി ചെയ്യുന്നു വിത്ത് മിട്രൽ വാൽവ് റീപ്ലേസ്മെന്റ്. ഇനി നെക്സ്റ്റ് ആണ് റെസ്ട്രിക്റ്റീവ്. റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ വാൾസ് റിജിഡ് ആയിരിക്കും. അതിന് എക്സ്പാൻഡ് ചെയ്യാനോ കൺട്രാക്ട് ചെയ്യാനോ പറ്റില്ല. സയൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? ഡിസ്നിയ, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് ബ്ലോക്ക്, എംബോളി ആൻഡ് കാർഡിയോമെഗാലി. ട്രീറ്റ്മെന്റ് എന്താ നമ്മൾ കൊടുക്കുക? സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കും ഹാർട്ട് ഫെയിലിയറിന്റെ. പിന്നെ പൾമണറി എഡിമയ്ക്ക് എമർജൻസി ട്രീറ്റ്മെന്റും കൊടുക്കും. ഓക്കെ. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസോർഡേഴ്സ്. പെരിഫറൽ ആർട്ടീരിയൽ ഡിസോർഡേഴ്സ് മെയിൻ ആയിട്ട് രണ്ടെണ്ണാണ് ഉള്ളത്. എന്തൊക്കെയാണ്? റെയ്നോ ഡിസീസ് ഉണ്ട്, ബർഗേഴ്സ് ഡിസീസ് ഉണ്ട്. റെയ്നോ ഡിസീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒക്ലൂഷൻ ഓർ വാസോസ്പാസം ഓഫ് ദ ആർട്ടറീസ് ആൻഡ് ആർട്ടീരിയോൾസ് ഓഫ് അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റി. നമ്മുടെ അപ്പറും ലോവർ എക്സ്ട്രിമിറ്റീസിലുള്ള ആർട്ടറീസിനും ആർട്ടീരിയോൾസിനും ഉണ്ടാകുന്ന ഒക്ലൂഷൻ ആൻഡ് വാസോസ്പാസത്തെയാണ് നമ്മൾ റെയ്നോ ഡിസീസ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കോൾഡ് എക്സ്പോഷർ അല്ലെങ്കിൽ സ്ട്രെസ് ആണ്. ഇനി ബർഗേഴ്സ് ഡിസീസ് ആണെങ്കിൽ അതെന്താണ്? ഇതിന് വേറൊരു പേര് പറയും ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ്. അതിന്റെ റീസൺ എന്താണ്? അതായത് ലോവർ ലിംബിൽ, മെയിൻ ആയിട്ട് ഡിസ്റ്റൽ ആൻഡ് ലോവർ ലിംബിലുള്ള ആർട്ടീരിയോൾസിന് ഒക്ലൂഷൻ വരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് ചെയ്യുമ്പോൾ അതിലുള്ള നിക്കോട്ടിൻ ആണ് ഇതില് ഈ ഒരു ഒക്ലൂഷന് കാരണമാകുന്നത്. ഓക്കെ. അപ്പൊ സ്മോക്കേഴ്സിൽ നമ്മൾ എന്ത് കാണും? ബർഗേഴ്സ് ഡിസീസ് കാണുന്നത്. ഓക്കെ. കണ്ടോ? ഇതെന്താ? റൈനോഡ് ഫിനോമിനമാണ്. റൈനോഡ് ഫിനോമിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാവുന്ന ഡിസ്കളറേഷൻ എന്താണ്? വൈറ്റ് കളറാണ് ഉണ്ടാവുന്നത് ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് അത് എന്താവുന്നു? ബ്ലൂ ആവുന്നു. അത് കഴിഞ്ഞ് റിട്ടേൺ നോർമലി അത് ഈ കോൾഡിൽ നിന്നുള്ള എക്സ്പോഷർ മാറി നമ്മൾ നോർമലിലോട്ട് വരുമ്പോഴാണ് തിരിച്ച് റെഡ് കളറിൽ നമ്മുടെ കൈ വരുന്നത്. അതായത് ബ്ലഡ് ഫ്ലോ റിട്ടേൺ ആവുമ്പോൾ. ഓക്കെ. ഇനി ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? ക്ലോഡിക്കേഷൻ ഉണ്ടാവുന്നു, ഒരു ഇഷ്കിമിക് പെയിൻ ഉണ്ടാവും, കോൾഡ് നംനെസ് ഉണ്ടാവുന്നു, ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാവും, പിന്നെ എന്താ? ബ്ലേഞ്ചിങ് സൈനോസിസ് ഉണ്ടാവും, അൾസേഴ്സിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇന്റർവെൻഷൻസ് എന്താ? നമ്മൾ ആംബുലേഷൻ എൻകറേജ് ചെയ്യുന്നു, ഹാങ് ചെയ്യാൻ പറയും, എപ്പോഴും ലിംബ് ഡിപ്പെൻഡന്റ് പൊസിഷനിൽ ഇടാൻ പറയും. പിന്നെന്താണ് നമ്മൾ ചെയ്യുന്നത്? സ്മോക്കിംഗ്, ഇഞ്ചുറീസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും, വാസോ ഡൈലേറ്റേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുക, ദെൻ കോൾഡ് സ്ട്രെസ്സിനോടുള്ള എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക, ക്ലയന്റിനെ വാം ആക്കി വെക്കുക. ഓക്കെ. സോ ദിസ് ഈസ് റിഗാർഡിംഗ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസോർഡേഴ്സ്. നൗ കണ്ടോ, ഇതാണ് ബർഗേഴ്സ് ഡിസീസ് കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ്
അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസം. എന്താണ് അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസം എന്ന് പറയുന്നത്? അതായത് ഇറ്റ് ഈസ് ദ അബ്നോർമൽ ഡയലറ്റേഷൻ ഓഫ് ദ അബ്ഡോമിനൽ അയോട്ട. നമ്മുടെ അബ്ഡോമിനൽ അയോട്ടയ്ക്ക് ഉണ്ടാകുന്ന അബ്നോർമൽ ഡയലറ്റേഷൻ ആണ്. ഇതിന്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ആണ്, സ്മോക്കിംഗ് ഉണ്ട്, ഓക്കെ, അതിറോസ്ക്ലിറോസിസും വരും. സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? നമുക്ക് വിസിബിൾ പൾസേഷൻ കാണാം, പാൽപ്പബിൾ മാസ് കിട്ടും നമുക്ക്, പിന്നെ ബ്രൂയിഡ് സൗണ്ട് കേൾക്കാൻ നമ്മൾ ആ മാസ്ക് ഓസ്കൾട്ടേറ്റ് ചെയ്താല്, പിന്നെ എന്താണ് ബാക്ക് പെയിൻ ഉണ്ടാവും പേഷ്യന്റിന്. ഓക്കെ, ദെൻ ഇതിന് നമ്മൾ എന്താണ് മാനേജ്മെന്റ് ചെയ്യുന്നത്? പിന്നെ നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എക്സൽ കാൽസിഫിക്കേഷൻ കിട്ടും അയോട്ടയ്ക്ക്. മാനേജ്മെന്റ് നമ്മൾ സർജിക്കൽ റിസെക്ഷൻ ആൻഡ് അനസ്തമോസിസ് ആണ് ചെയ്യുന്നത്. ഇന്റർവെൻഷൻ എന്തൊക്കെ ചെയ്യും? ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യുന്നു, ഹൈപ്പോവോളീമിയ മോണിറ്റർ ചെയ്യുന്നു, സയൻസ് ഓഫ് റപ്ചർ മോണിറ്റർ ചെയ്യുക. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്? ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. എന്താണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ വീനസില്, ഡീപ്പ് വെയിൻസില് എന്തെങ്കിലും ക്ലോട്ട്സോ ത്രോംബസോ മൂലം ഉണ്ടാവുന്ന ഒക്ലൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. അതിന്റെ മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാ വരുന്നത്? പ്രഗ്നൻസി, സർജറീസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഒബേസിറ്റി, ട്രോമ, ഓൾഡ് ഏജ് ഒക്കെ അതിന്റെ എന്താണ്? റിസ്ക് ഫാക്ടർ ആണ്. സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? പെയിൻ അല്ലെങ്കിൽ ഗ്രോയിൻ ടെൻഡർനെസ് ഉണ്ടാവുന്നു, യൂണിലാറ്ററൽ സ്വെല്ലിംഗ് ഉണ്ടാവും എഫക്റ്റഡ് എക്സ്ട്രിമിറ്റിയില്, മൈൽഡ് ഫീവർ, സൈനോസിസ് ഉണ്ടാവും. ഓക്കെ, എന്തില്? എക്സ്ട്രിമിറ്റീസില്. പിന്നെ നമ്മൾ ഇതിൽ പറയുന്ന ഒരു സൈൻ ആണ് ഹൊമാൻ സൈൻ, പോസിറ്റീവ് ഹൊമാൻ സൈൻ എന്ന് പറയും. അതായത് ഫൂട്ട് ഫ്ലെക്സ് ചെയ്യുന്ന സമയത്ത് കാഫ് മസിൽസിൽ പെയിൻ ഉണ്ടാവുക. ഓക്കെ, അതാണ് പോസിറ്റീവ് ഹൊമാൻ സൈൻ. ഇനി ഇന്റർവെൻഷൻസ് എന്തൊക്കെയാ നമുക്ക് കൊടുക്കാൻ പറ്റുക? പ്രിവെൻഷൻ, ഡിവിറ്റിയുടെ പ്രിവെൻഷൻ ആയിട്ട് നമ്മൾ ആംബുലേഷൻ ആണ് പറയുന്നത്, വരാതിരിക്കാൻ. ഇനി വന്നു കഴിഞ്ഞാല് ലെഗ് എലിവേഷൻ പറയും, പിന്നെന്താണ്? പൾമണറി എംബോളിസം മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ആന്റിബയോഗുലൻസ് കൊടുക്കാം, പിന്നെന്താണ്? സ്റ്റോക്കിംഗ് സപ്ലൈ ചെയ്യുക, പിന്നെ നമ്മൾ വൈറ്റമിൻ കെ, ഫാറ്റ് അടങ്ങിയ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ പോസ്റ്റ് ഡീവിയേറ്റ് ആയിട്ട് ഒരു കാരണവശാലും ആംബുലേഷൻ നമ്മൾ എന്ത് ചെയ്യില്ല? റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, ഐ തിങ്ക് അപ്പൊ നമ്മൾ എന്ത് കഴിഞ്ഞു? ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. Now we are going to discuss ECG, ഇലക്ട്രോകാർഡിയോഗ്രാം. എന്തിനാണ് നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാം ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസസ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. ഓക്കെ, ഇത് കണ്ടോ? ദിസ് ഈസ് എ നോർമൽ ECG. സോ എ നോർമൽ ECG കൺസിസ്റ്റ് ഓഫ് P, QRS ആൻഡ് T. 3 വേർഡ്സ് ഉണ്ട് അല്ലേ? P എപ്പോഴാ ഫോം ചെയ്യുന്നത്? ഏട്രിയൽ കൺട്രാക്ഷന്റെ സമയത്ത്. QRS എപ്പോഴാണ്? വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. ആൻഡ് T ഫോർ വെൻട്രിക്കുലർ റിലാക്സേഷൻ. ഇനി ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്? ഇന്റർവെൽസ് ഉണ്ട് അല്ലേ? ഇന്റർവെൽസ് ഏതൊക്കെയുള്ള ഇന്റർവെൽസ്? PR ഇന്റർവെൽ ഉണ്ട്, RR ഇന്റർവെൽ ഉണ്ട്, ST ഇന്റർവെൽ ഉണ്ട്. എന്താണ് PR ഇന്റർവെൽ എന്ന് പറയുന്നത്? നമ്മുടെ ഈ P വേവ് മുതൽ, കണ്ടോ, ഈ P വേവ് മുതൽ ഈ QRS വരെയുള്ള ഡിസ്റ്റൻസ് ആണ് PR ഇന്റർവെൽ. ദെൻ വാട്ട് അബൌട്ട് RR ഇന്റർവെൽ? RR ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു QRS മുതൽ ഇനി ഉണ്ടാവുന്ന വേവിന്റെ QRS വരെയുള്ള ഡിസ്റ്റൻസ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ST ഇന്റർവെൽ. ST എന്ന് പറയുമ്പോൾ QRS മുതൽ പിന്നെന്താണ്? അടുത്ത T വേവ്, നെക്സ്റ്റ് T വേവ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് അബ്നോർമാലിറ്റീസ് അല്ലേ? അബ്നോർമാലിറ്റീസ് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് സൈനസ് ടക്കിക്കാർഡിയ. എന്താണ് സൈനസ് ടക്കിക്കാർഡിയ എന്ന് പറയുന്നത്? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ഗ്രാഫ് പേപ്പർ എടുത്തു കഴിഞ്ഞാല് ഒരു നോർമൽ ECG എന്ന് പറയുന്നത്, കണ്ടോ, ഈ ഗ്രാഫ് പേപ്പറിലെ ഇതാണ് കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ എത്ര ഉണ്ട്? കണ്ടോ, കുറെ കുഞ്ഞു ബോക്സുകൾ ഉണ്ട്. അപ്പൊ ഈ ഒരു കുഞ്ഞു ഒരു 2, 4, 5 ഒരു 25 കുഞ്ഞു ബോക്സുകൾ ചേർന്നിട്ടാണ് ഒരു വലിയൊരു ബോക്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു 4 വലിയ ബോക്സുകൾ ചേർന്നതാണ് ഒരു നോർമൽ ECG എന്ന് നമ്മൾ പറയുന്നത്. ഒരു നോർമൽ ECG ഒരു 4 വലിയ ബോക്സിനുള്ളിൽ കിട്ടുള്ളൂ. ഈ ഇമേജ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. 1, 2, 3, 4. 4 എണ്ണ എന്തിൽ വരുന്നുള്ളൂ? ഒരു നോർമൽ ECG ഫോം ചെയ്യാനായിട്ട് 4 ബോക്സ് മതി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അബ്നോർമാലിറ്റീസ് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് സൈനസ് ടക്കിക്കാർഡിയ. സൈനസ് ടക്കിക്കാർഡിയ എന്ന് പറയുന്നത് നോക്കി, ഇതില് T വേവ് ഫോം ചെയ്ത് ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാണ്ടാണ് അടുത്ത ആര് ഫോം ചെയ്യുന്നത്? T വേവ് ഫോം ചെയ്യുന്നത്. ഹിയർ ദ ഹാർട്ട് ബീറ്റ് വിൽ ബി മോർ ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നോർമലില് 4
ലാർജ് ബോക്സസ് വേണം അല്ലെ നോർമൽ ഇ സി ജി. ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര മതി? ലെസ് ദാൻ 3, 3ൽ കുറവ് മതി. ഓക്കെ, അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ വേവ്സ് ഫോം ചെയ്യുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ആണ് സൈനസ് ബ്രാഡിക്കാർഡിയ. സൈനസ് ബ്രാഡിക്കാർഡിയ എന്ന് പറയുന്നത് എന്താണ്? സൈനസ് ബ്രാഡിക്കാർഡിയ എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് വിൽ ബി ലെസ് ദാൻ 60 ബീറ്റ്സ് പെർ മിനിറ്റ്. അത് അത്രയും വലിഞ്ഞാണ് ഇവിടെ വേവ്സ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഡ്രഗ് ആണ് അട്രോപ്പിൻ സൾഫേറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ പി വേവ് ഉണ്ടാവില്ല, ക്യു ആർ എസ് ടി മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ പി ആർ ഇന്റർവെൽ എങ്ങനെയായിരിക്കും? ഇറഗുലർ ആയിരിക്കും. ദെൻ ഇവിടെ കൊടുക്കുന്ന മാനേജ്മെന്റ് എന്താ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഏട്രിയൽ ഫിബ്രിലേഷന്? കാർഡിയോ വേർഷൻ. ഇനി അടുത്തതാണ് വി ടി, വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ. വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? നമ്മുടെ ക്യു ആർ കോംപ്ലക്സ് വൈഡ് ആയിരിക്കും. അപ്പൊ ഈ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ തന്നെ 2 ടൈപ്പ് ഉണ്ട്, മോണോമോർഫിക് ഉണ്ട്, പോളിമോർഫിക് ഉണ്ട്. അതായത് മോണോമോർഫിക് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നിങ്ങൾ ഇമേജിൽ, അതായത് ഒരേപോലെ സെയിം ഷേപ്പ് ആണ് നമ്മുടെ വേവ്സിനെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് മോണോമോർഫിക് വി ടി. ഇനി പോളിമോർഫിക് ആണെങ്കിലോ ഡിഫറെന്റ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്ന മാനേജ്മെന്റ് എന്ത് ചെയ്തിട്ടാണ്? പൾസ് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ പൾസ്ലെസ് ആയിട്ടുള്ള വി ടി ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീഫിബ്രിലേഷൻ. ഓക്കെ, അവിടെ കൊടുക്കുന്ന ഡ്രഗ് എന്താണ് നമ്മൾ കൊടുക്കുന്നത്? അമിയോഡ്രാൻ ആണ് കൊടുക്കുന്നത്. ഇനിയിപ്പോ വി ടി വിത്ത് പൾസ് ആണെങ്കിലോ നമുക്ക് എന്ത് കൊടുക്കാം? കാർഡിയോ വേർഷൻ. അവിടെ കൊടുക്കുന്ന ഡ്രഗ് അഡിനോസിൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ആണ് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ. എന്താണ്? VF. It is the most dangerous condition. Here ventricles are not contracting. അപ്പൊ അവിടെ എന്തുണ്ടാവും? പിയും QRSഉം ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ നമ്മൾ മാനേജ്മെന്റ് എങ്ങനെ കൊടുക്കുന്നത്? CPR ആണ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് AV ബ്ലോക്സ്. AV ബ്ലോക്സിൽ നമ്മൾ 3 ഡിഗ്രി ആണുള്ളത്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ PR ഇന്റർവെൽ എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് ആണ്. നോർമലിനേക്കാളും കൂടുതലായിരിക്കും PR ഇന്റർവെൽ. പക്ഷെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഓരോ ബീറ്റിലും സെയിം ഡിസ്റ്റൻസിലാണ് ഇതെന്ത് ചെയ്യുന്നത്? പ്രൊലോങ്ഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്ക്. ഇനി നെക്സ്റ്റ് ആണ് സെക്കൻഡ് ഡിഗ്രി. സെക്കൻഡ് ഡിഗ്രിയിൽ നമുക്ക് 2 എണ്ണമാണ്, മൊബിറ്റ്സ് 1 ഉണ്ട്, മൊബിറ്റ്സ് 2 ഉണ്ട്. അവിടെ എന്താണ്? പ്രോഗ്രസീവ്ലി മൊബിറ്റ്സ് 1 ആണെങ്കിൽ പ്രോഗ്രസീവ്ലി എൻലാർജ്ഡ് PR ഇന്റർവെൽ അൺടിൽ എ QRS ഈസ് മിസ്സിംഗ്. ഒരു QRS മിസ് ആവുന്നത് വരെ വാട്ട് വിൽ ഹാപ്പൻ? എന്താ സംഭവിക്കുന്നത്? നമ്മുടെ PR ഇന്റർവെൽ എൻലാർജ് ചെയ്ത് വരും. ഓക്കെ, ദാറ്റ് ഈസ് ടൈപ്പ് 1. ഇനി ടൈപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? മൊബിറ്റ്സ് 2 എന്ന് പറയും നമ്മൾ. ഇവിടെ ഒന്നിലധികം QRS മീറ്റിംഗ് ആയിരിക്കും. എവിടെ? RR ഇന്റർവെല്ലിന്റെ ഇടയിൽ. പക്ഷെ ഓരോ ബീറ്റിലും സെയിം നമ്പർ ഓഫ് QRS ആയിരിക്കും മിസ് ആവുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എന്താണ്? തേർഡ് ഡിഗ്രി. തേർഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ PR ഇന്റർവെൽ വേരിയിങ് ആയിരിക്കും. ഓക്കെ, ഇറഗുലർ ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്തിൽ വരുന്നത്? നമ്മുടെ കാർഡിയാക് സിസ്റ്റം. സോ കാർഡിയാക് സിസ്റ്റം നമ്മൾ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ടിങ് ഫ്രം മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് ഫെയിലിയർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? കാർഡിയോമയോപ്പതി പറഞ്ഞു. ദെൻ പെരിഫറൽ ആർട്ടീരിയൽ ഡിസോർഡേഴ്സ് പറഞ്ഞു, ഇൻഫ്ലമേറ്ററി ഹാർട്ട് ഡിസീസ് പറഞ്ഞു, ഡീപ്പ് വെയിൻ ട്രോംബോസിസ് പറഞ്ഞു, അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസംസ് പറഞ്ഞു അല്ലേ? ദെൻ അത് കഴിഞ്ഞിട്ട് നോർമൽ ECG ആൻഡ് ഇറ്റ്സ് വേരിയേഷൻ. നല്ല ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കാർഡിയാക് സിസ്റ്റം. എന്ത് ചെയ്യുക? ആരും മിസ് ചെയ്യരുത്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നന്നായിട്ട് നോക്കുക എല്ലാവരും. സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.